यूएसएस उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। प्यारे बच्चों आदाब। പ്രിയപ്പെട്ട കൂട്ടുകാരെ, USS പരീക്ഷയിലെ മുൻ വർഷത്തെ ചോദ്യങ്ങളാണ് നാം ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ 2015 മുതൽ 2018 വരെയുള്ള 4 വർഷത്തെ ചോദ്യങ്ങൾ ഇതിനകം നാം പരിചയപ്പെട്ടു. USS പരീക്ഷ 2019 ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളാണ് ഇന്ന് നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കാൻ കാ ഹം ആവാസ് ലഫ്സ് കോൻസാ ഹെ. കാൻ എന്ന പദം അതിൻ്റെ ഹം ആവാസ് ലഫ്സ് ഒരേ ശബ്ദമുള്ള പദം ഏതാണ് എന്നതാണ്. 4 ഓപ്ഷനുകളുണ്ട്: കിസാൻ, സാവൻ, ജാമൻ, താൻ. ഇവിടെ 2 തരത്തിൽ നമുക്ക് ഹം ആവാസ് അൽഫാസ് കറക്റ്റാണോ എന്നുള്ളത് പരിശോധിക്കാൻ പറ്റും. ഒന്ന്, അക്ഷരങ്ങളുടെ എണ്ണം നോക്കി. രണ്ടാമത്തേത്, നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ സ്ഥാനം. മൂന്നാമത്തേത്, വളരെ പ്രധാനപ്പെട്ടത്, ഒരേ ശബ്ദമുള്ള പദം. ഈ 3 വിധത്തിൽ നമുക്ക് ഹം ആവാസ് അൽഫാസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പരിശോധിക്കാം. ഇവിടെ ഖാൻ എന്നതാണ് ചോദ്യത്തിലുള്ള പദം. കിസാൻ എന്ന് പറയുമ്പോൾ അവിടെ ഖാൻ എന്നതിൽ 3 അക്ഷരങ്ങളുണ്ട്: കാഫ്, അലിഫ്, നൂന്. കിസാൻ എന്നതിൽ 4 അക്ഷരങ്ങൾ ഉണ്ട്. സാവൻ എന്നതിലും 4 അക്ഷരങ്ങളുണ്ട്. ജാമൻ എന്നതിലും 4 അക്ഷരങ്ങൾ ഉണ്ട്. താൻ എന്നതിൽ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. ഖാൻ എന്നതിലും 3 അക്ഷരമാണ് ഉള്ളത്. അതുകൊണ്ട് ഖാൻ, താൻ എന്നത് ഹം ആവാസ് അൽഫാസ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അലിഫ്, യാ, വാവ് എന്നിവയാണ് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ. ഖാൻ എന്നതിൽ അലിഫ് വരുന്നത് 2ാം സ്ഥാനത്താണ്. കിസാൻ എന്നതിൽ അലിഫ് വരുന്നത് 3ാമതായിട്ടാണ്. സാവൻ എന്നതിൽ 2ാമതായിട്ടാണ് വരുന്നതെങ്കിലും തുടർന്നുള്ള അക്ഷരങ്ങൾ 2 എണ്ണമുണ്ട്. വാവ്, നൂന് എന്നീ 2 അക്ഷരങ്ങളുണ്ട്. എന്നാൽ ഖാനിൽ 1 മാത്രമേ ഉള്ളൂ. ജാമൻ എന്നതിലും 2ാമതായി വരുന്നുവെങ്കിലും അതിനുശേഷം 2 എണ്ണം വരുന്നുണ്ട്. ഖാൻ എന്നതിൽ 1 ഉള്ളൂ. താൻ എന്നതിൽ അലിഫ് കഴിഞ്ഞ ഒരക്ഷരമാണുള്ളത്. ഇവിടെയും ഒരക്ഷരമാണുള്ളത്. അപ്പോൾ ഈ രീതിയിൽ അലിഫ്, യാ, വാവ് എന്നിവ നീട്ടാൻ ഉപയോഗിക്കുന്ന ഈ അക്ഷരങ്ങളുടെ സ്ഥാനം നോക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹം ആവാസ് അൽഫാസ് കണ്ടെത്താൻ പറ്റും. 3ാമത്തെ ഓപ്ഷനാണ്. 3ാമത്തേതാണ് ഒരേ ശബ്ദം. ഖാൻ, താൻ ഒരേ ശബ്ദമാണ്. എന്നാൽ ഖാൻ, ജാമൻ, സാവൻ, കിസാൻ എന്നൊക്കെ പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഖാൻ എന്നതിൽ നിന്നും വ്യത്യാസമുണ്ട്. അത് ഒരേ ശബ്ദമുള്ളത് എന്ന് പറയാനുള്ള കാരണം ചിലതിൽ, ഉദാഹരണത്തിന് താ കഴിഞ്ഞിട്ട് കെട്ടുള്ള ഹാവ് വന്നാൽ ഥാൻ എന്ന് തന്നെയാണ് പറയുക. അവിടെ ഒരു അക്ഷരം ഏറെയുണ്ട്. പക്ഷേ ഖാൻ എന്നതും ഥാൻ എന്നതിൻ്റെയും ശബ്ദം ഒരുപോലെ വരുന്നത് കൊണ്ട് അത് ഹം ആവാസായി കണക്കാക്കപ്പെടും. ഇവിടെ താൻ എന്നതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഹം ആവാസ് അൽഫാസ് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ വഴിയാണ് നമ്മൾ പറഞ്ഞത്. 2ാമത്തെ ചോദ്യം, ഏക്ക് കലം കാ ദാം 15 രൂപയെ ഹെ തോ 2 കലം കെ ലിയെ കിത്തനെ രൂപയെ ഹെ. ഒരു കലമിൻ്റെ പേനയുടെ വില 15 രൂപയാണ്, 15 രൂപയാണ്. തോ 2 കലം കെ ലിയെ കിത്തനെ രൂപയെ ഹെ. 2 കലമിന് എന്തായിരിക്കും വില? ഒന്നിൻ്റെ വില 15, അപ്പോൾ 2 എണ്ണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും 30. ഇത് നിങ്ങൾക്ക് ഉറുദുവിൽ എത്രത്തോളം ഗിൻതി അറിയാം എന്നത് പരിശോധിക്കാനുള്ള ചോദ്യമാണ്. ഉറുദുവിലെ എണ്ണൽ സംഖ്യകൾ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? 20, 19, 30, 40, 20,
19, 30, 40. മനസ്സിലാക്കിയല്ലോ? 20, 19, 30, 40. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 2 പേനയുടെ വില 30 രൂപയാണ്. 30 എന്നതാണ് ശരിയായ ഉത്തരം. ഇനി ഇത് തന്നെ ചിലപ്പോൾ എന്ത് വരും? അക്കത്തിൽ വരാം. 20 എന്നുള്ള അക്കട്ട്, 30 എന്നുള്ള അക്കട്ട കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ അക്ഷരത്തിൽ ഉറുദുവിലെ ഗിനത്തി എത്രത്തോളം അറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവാനാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, ഇസ് ഷേർ കാ ദൂസര മിസ്ര കോൺസാ ഹെ? ഈ ഷേറിൻ്റെ രണ്ടാമത്തെ വരി എന്താണ് എന്നതാണ്. പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ കാ എന്ന വരി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ വരി, അടുത്ത വരി എന്താണ് വരിക എന്നുള്ളതാണ് ചോദ്യം. ഇത് നമുക്കറിയാം, ഏത് സാരേ ജഹാൻ സെ അച്ഛ എന്ന നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച പാട്ടിലെ ഒരു വരിയാണ് പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ കാ. അതിൻ്റെ ശരിയായ ഉത്തരം വോ സുൻതരി ഹമാര വോ പാസ് പാ ഹമാര. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഹിന്ദി ഹെ ഹം വത്തൻ ഹെ എന്നുള്ള അത് അവസാനത്തെ 2 വരിയാണ് അല്ലേ? ഹിന്ദി ഹെ ഹം വത്തൻ ഹെ. ഗുൽഷൻ ഹെ ജിൻകെ ദംസെ എന്ന് പറയുന്നതോ ഈ പർവ്വത് വോ സബ്സെ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ്. ഹംബുൽബുൽ എന്നുള്ളത് അതിൻ്റെ രണ്ടാമത്തെ ഷെയറായി വരുന്നതാണ്. ഇവിടെ പർവ്വത് വോ സബ്സെ എന്നതിൻ്റെ ശരിയായ അടുത്ത വരി എന്ന് പറയുന്നത് വസുന്തരി ഹമാര വോ പാസ് ബാൻ ഹമാര. ആ പർവ്വതമാണ് നമ്മുടെ കാവൽക്കാരൻ, രക്ഷകൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി നാലാമത്തത്, ഖുദാ കി അപ്നി ബസ്തി കെ നാം സെ മഷഹൂർ ഹെ. ഖുദാ കി അപ്നി ബസ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നതാണ് ചോദ്യം. ഖുദാ കി അപ്നി ബസ്തി എന്ന പേരിൽ പ്രസിദ്ധമായ സ്ഥലം തമിഴ്നാടു, തെലുങ്കാന, ദില്ലി, കേരള. ഖുദാ കി അപ്നി ബസ്തി എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ കേരളയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇത് നമ്മൾ കേരളത്തെക്കുറിച്ച് പഠിക്കുന്ന പാഠഭാഗം 6ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് നാലാമതായി വന്നത്. 5ാമത്തെ ചോദ്യം നോക്കൂ. മുനാസിബ് ലഫ്സ് ചുൻകർ ജുംല പൂരാ കീജിയെ. ശരിയായ ലഫ്സ് തിരഞ്ഞെടുത്ത് ഈ ജുംല പൂരിപ്പിക്കുക എന്നതാണ്. ഷഹർ ഡാഷ് ബഡി ധൂപ്പ് ഹെ. ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം, ബഡി ധൂപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ എന്നതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പട്ടണമുണ്ട്, നല്ല വെയിലുണ്ട് എന്നതാണ്. പട്ടണം, നല്ല വെയിലുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് പദം എന്തായിരിക്കും? പട്ടണത്തിൽ നല്ല വെയിലുണ്ട്. പട്ടണത്തിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇൽ എന്നതിന് വരുന്ന ഹർഫ് ഏതാണ് എന്നാണ് നോക്കേണ്ടത്. കോ മേ പർ സെ. ഇവിടെ ശരിയായ ഉത്തരം മേന. ഷഹർമേ എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ. ഷഹർമേം പട്ടണത്തിൽ. ഷഹർ പർ എന്ന് പറഞ്ഞാലോ പട്ടണത്തിന് മുകളിൽ എന്ന അർത്ഥമാണ് പർ എന്ന് വരുന്നത്. സെ എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഓട് എന്നുള്ള രീതിയിലുള്ള അർത്ഥങ്ങളാണ് വരുന്നത്. ഇവിടെ കൺഫ്യൂഷനോ മേ എന്നതാണ് ഉത്തരം. 6ാമത്തെ ചോദ്യം, സഹി ജോഡ് കോൺസാ ഹെ. സഹി ജോഡ് കോൺസാ ഹെ. സോറി, സഹി ജോഡ് കോൺസാ നഹി ഹെ. കോൺസാ ജോഡ് സഹി നഹി ഹെ അല്ലേ? കോൺസാ ജോഡ് സഹി നഹി ഹെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറൊക്കെ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തായാലും വരാം. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കിയോ. കോൺസാ ജോഡ് സഹി എന്ന് പറഞ്ഞാൽ ഏതാണ് ശരിയായത്, സഹി നഹി ഹെ എന്ന് പറഞ്ഞാലോ ഏത് ജോഡിയാണ് ശരിയല്ലാത്തത് അല്ലേ? അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ്. അനാർ ഔർ അങ്കൂർ. അനാർ ഔർ അങ്കൂർ എന്ന് പറഞ്ഞാൽ മുന്തിരിയും ഉറുമാമ്പഴവും. അത് രണ്ടും എന്താണ്? പഴം ആണ്. അതുകൊണ്ട് അത് ജോഡിയാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ചാന്ദ് ഔർ താരെ. ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലേ? ആസ്മാനിലുള്ള കാര്യങ്ങളാണ് ചാന്ദ് ഔർ താരെ എന്നുള്ളത്. അതുകൊണ്ട് അതും ജോഡിയാണെന്ന് പറയാം. കൗവേ ഔർ കച്ചുവേ. കാക്കയും കച്ചുവയും. കച്ചുവ എന്ന് പറഞ്ഞാൽ ആമയാണ്. അപ്പോൾ ഒന്ന് പക്ഷിയാണ്, ഒന്ന് മൃഗമാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? സഹി ജോഡ് അല്ല. ഉത്തരം അതാണ്. അടുത്ത് സോന ഔർ ചാന്തി. സ്വർണവും വെള്ളിയും. സ്വർണവും വെള്ളി എന്താണ്? സഹി ജോഡാണ്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ജി, കൗവേ ഔർ
കച്ചുവെ എന്ന ഈ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഏഴാമത്തെ ചോദ്യം, ദസ് ബീസ് തീസ് ഡാഷ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു ഗിൻറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതേസമയം രണ്ടാമത് വീണ്ടും അതുപോലെ ഗിൻറ്റിയിൽ നിന്നുള്ള ചോദ്യം വരികയാണ്. ദസ് ബീസ് തീസ് 10, 20, 30 അടുത്തത് ഏതായിരിക്കും എന്നുള്ളതാണ് അല്ലേ. ഗണിതത്തിൽ സംഖ്യാശ്രേണി നമുക്ക് ഈ വർഷ USSലെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സംഖ്യാശ്രേണികൾ 2, 4, 6, 8 എന്ന് പറയുന്നത് പോലെ, അതുപോലെ 1, 4, 9, 16 ഡാഷ് അടുത്ത സംഖ്യ ഏത് എന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള സംഖ്യാശ്രേണികളെല്ലാം ഈ വർഷത്തെ USS പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അത്തരത്തിൽ വളരെ സിമ്പിളായ ഒരു പാറ്റേൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 10, 20, 30 അത് കഴിഞ്ഞ് അടുത്ത സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ 40 എന്നതുകൊണ്ട് 44 എന്നതുകൊണ്ട് 40 എന്നതാണ് ശരിയായ ഉത്തരം. 40-ന് 40 എന്നതാണ്. എന്നാൽ 44 എന്നത് ഇവിടെ കൺഫ്യൂഷൻ വരുത്തുന്നതിന് വേണ്ടി നൽകിയതാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഇൻമേൻ തോത്ത കി ആവാസ് കോൻസി ഹെ. ഇവയിൽ തോത്തയുടെ ശബ്ദം ഏത് എന്നതാണ്. 4 ശബ്ദങ്ങൾ ഇവിടെയുണ്ട്. ടീൻ 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 ടീൻ, ടർ ടർ ടർ, കായെ കായെ, ചൂ ചൂ ചൂ. ഇവയിൽ തോത്തയുടെ ശബ്ദം ഏത് എന്നതാണ് ചോദ്യം. തോത്തയുടെ ശബ്ദം ഒന്നാമത്തെ ശബ്ദം തന്നെയാണ്. ടീൻ ടീ എന്നത് തന്നെയാണ് തോത്തയുടെ ശബ്ദം. അതേസമയം അടുത്തത് നോക്കൂ. ടർ ടർ, ഇത് ഏതിൻ്റെ ശബ്ദമാണ്? ടർ 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 എന്നത് ഏതിൻ്റെ ശബ്ദമാണ്? ഇത് മേണ്ടകിൻ്റെ ശബ്ദമാണ്. നമ്മൾ ഗിൽഹരിയുടെ ഷാദിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പഠിച്ചപ്പോൾ അതിൽ മേണ്ടകിൻ്റെ ശബ്ദം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ ബാരിഷിൻ്റെ പാഠം ഒരു കഥ പറയുന്ന സമയത്ത് അവിടെ മേണ്ടകിൻ്റെ ശബ്ദം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ടർ ടർ എന്നത് മേണ്ടകിൻ്റെ ശബ്ദമാണ്. അടുത്തത് കായം കായം, 6ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് കൗവയെക്കുറിച്ചുള്ള ഒരു പാഠം. കൗവയുടെ ശബ്ദമാണ് കായെ കായെ എന്നത്. ചൂ ചൂ എന്നത് ചോസയുടെ ശബ്ദമാണ്. കോഴിക്കുഞ്ഞിൻ്റെ ശബ്ദമായിട്ടാണ് ചോ 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 എന്നുള്ളത് അതിൻ്റെ ശബ്ദമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സിഹത്ത് കെ ലിയെ ഡാഷ് ജരൂരി ഹെ. സിഹത്ത് കെ ലിയെ ഡാഷ് ജരൂരി ഹെ. ആരോഗ്യത്തിന് ഇത് ആവശ്യമാണ്. വർസിഷ്, ഗുസാരിഷ്, ബഖ്ഷിഷ്, സിഫാരിഷ്. ആരോഗ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് എങ്കിലും ഇവിടെ ഓപ്ഷൻ നൽകിയതിൽ ഇവിടെ വർസിഷ് എന്നതാണ് ശരിയായ ഉത്തരം. വർസിഷ് എന്നതിൻ്റെ അർത്ഥം വ്യായാമം, എക്സസൈസ് എന്നതാണ്. ഓക്കെ, വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് എന്നതാണ് വർസിഷ് എന്നതിൻ്റെ അർത്ഥം. ഇത് ആരോഗ്യത്തിന് അനിവാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ലഫ്സ് ഇസ്തിഖ്ബാൽ മേ കിത്തനെ ഹുറൂഫ് ഹെ. ലഫ്സ് ഇസ്തിഖ്ബാൽ എന്നതിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട്? ഓരോ അക്ഷരങ്ങളും നിങ്ങളുടെ റഫ് പേജിൽ ആദ്യം പിരിച്ച് എഴുതുക. അതിനുള്ള സമയങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് എഴുതണം. അലിഫ്, സീന്, തേ, ഖാഫ്, ബേ, അലിഫ്, ലാം 7 അക്ഷരങ്ങളാണെന്ന് മനസ്സിലായി. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കി സാവകാശം തിരഞ്ഞെടുത്തെഴുതി എത്ര എണ്ണം ഉണ്ട് നോക്കിയിട്ട് കൃത്യമായ ഉത്തരം എഴുതുക. ഇവിടെ 7 എന്നതാണ് ഉത്തരം. ഓപ്ഷൻ സി 7 എന്നതാണ് ഉത്തരം. സഹി ജുംല കോൻസാഹ എന്നതാണ് 11ാമത്തെ ചോദ്യം. ശരിയായ സെൻറ്റൻസ് ഏത്? ഹം ഉർദു പഠ്താ ഹെ. ഹം ഉർദു പഠ്തേ ഹൈ. ഹം ഉർദു പഠ്തേ ഹോ. ഹം ഉർദു പഠ്താഹു. ഒരേ പദങ്ങളാണ്, എന്നാൽ ഇതിൻ്റെ ഗ്രാമാറ്റിക്കൽ ശരിയായ ശൈലി ഏത് എന്നതാണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയുള്ളവ മുഴുവനും തെറ്റാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഹം ഉർദു പഠ്താ ഹെ എന്നുള്ളതിൽ ഹം ഞങ്ങൾ എന്നതാണ്. അതുകൊണ്ട് തന്നെ പഠ്താ ഹെ എന്ന് വരൂല. വോ ഉർദു പഠ്താ ഹെ എന്ന് പറഞ്ഞാൽ ശരിയാണ്. വോ അവൻ. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ അവനൊരു ആൺകുട്ടിയാണ്. അല്ലെങ്കിൽ ഏ ഉർദു പഠ്താ ഹെ, അല്ലെങ്കിൽ ഒരാളുടെ പേര് സാജിദ് ഉർദു പഠ്താ ഹെ. ഈ രീതിയിൽ നമുക്ക് ഉർദു പഠ്താ ഹെ എന്ന് പറയുമ്പോൾ ശരിയാണ്. അതേസമയം ഹം വരുമ്പോൾ പഠ്താ ഹെ എന്നത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കുന്ന
ഞങ്ങൾ ഉറുദു പഠിക്കുന്നു എന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശരിയായ രീതിയാണ്. ഹം ഞങ്ങളാണ്, ഒരുപാട് ആളുകളുണ്ട്. ഉറുദു പഠിത്തേ ഹൈ, ഒരുപാട് ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പഠിത്തേ ഹൈ എന്നതാണ്. അപ്പോൾ അവിടെ ശരിയാണ്. മൂന്നാമത്തത് ഹം ഉറുദു പഠിത്തേ ഹോ എന്നതാണ്. പഠിത്തേ ഹോ എന്ന് വരുന്നത് തും ആദ്യം വരുമ്പോഴാണ്. ഹം എന്നല്ല, തും ഉറുദു പഠിത്തേ ഹോ എന്നത് ശരിയായ രീതിയാണ്. അടുത്ത നാലാമത്തത് ഹം ഉറുദു പഠിത്താഹു. ഹം ഉറുദു പഠിത്താഹു എന്നത് തെറ്റാണ്. പഠിത്താഹു എന്നത് ലാസ്റ്റ് വരുന്നത്, അവസാനം അങ്ങനെ വരുന്നത് അതിൻ്റെ ആദ്യം മേ വന്നാലാണ്. മേ ഞാൻ ഉറുദു പഠിക്കുന്നു എന്ന് പറയുമ്പോൾ മേ ഉറുദു പഠിത്താഹു. ഇവിടെ ശരിയായ സെൻറ്റൻസ് ഓപ്ഷൻ ബി ആണ്. 12ാമത്തെ ചോദ്യം ഇൻമേസെ ഏക്ക് രംഗ് നഹി എന്നതാണ്. ഇവയിൽ ഒന്ന് രംഗ് അല്ല, നിറമല്ല. ഒന്നാമത്തേത് ബുര, ഹര, നീല, പീല. ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയൊക്കെ ഒരുപോലെയുള്ള പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 4ൻ്റെയും അവസാന അലിഫാണ് ഇവിടെ. അത് നമ്മൾ ഇന്നൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ, പ്രത്യേകിച്ചും ബുരയും ഹരയും, ഒന്ന് ബായുവാണ് ഒന്ന് ഹായുവാണ്, രണ്ടും ഒരുപോലെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇതിലേതാണ് നിറം അല്ലാത്തത് എന്നതാണ് ചോദ്യം. നീല എന്നതും ഹര എന്നതും പീല എന്നതുമാണ് നിറങ്ങളുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ബുര എന്നത് നിറം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഹര എന്ന് പറഞ്ഞാൽ പച്ച, നീല എന്ന് പറഞ്ഞാൽ നീല, പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ അല്ലേ? ഹര, നീല, പീല. 13 ഗ്രൂഹ് മേ കോൻസാ ലഫ്സ് മുനാസിബ് നഹി ഹെ. മുനാസിബ് ഹെ എന്നും വരാം, മുനാസിബ് നഹി ഹെ എന്നും വരാം. മുനാസിബ് നഹി ഹെ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തത്. മുനാസിബായിട്ടുള്ളത് ഏത് എന്ന് പറഞ്ഞാണ്ട് ഏതെങ്കിലും ഒന്നിനോട് മുനാസിബായിട്ടുള്ള ഏത് എന്ന് ചോദിച്ചാൽ യോജിച്ചത് ഏത് എന്നതാണ്. ഇവിടെ മുനാസിബ് അല്ലാത്തത് ഏത് എന്നതാണ്. അമ്രൂദ്, അനാറ്, അങ്കൂർ, ഗുലാബ്. അമ്രൂദ് പേരക്ക, അനാറ് ഉറുമാമ്പഴം, അങ്കൂർ എന്ന് പറഞ്ഞാൽ മുന്തിരി, ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസാപുഷ്പം. അത് പറഞ്ഞപ്പോൾ തന്നെ, അർത്ഥം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ഡി ഗുലാബ് പൂവാണ്, മറ്റു 3 പല്ലാണ്, പഴങ്ങളാണ്. 14 പഹേലി ബോജിയെ और സഹി ജവാബ് ചുൻകർ ലിഖിയെ. മിക്കവാറും പരീക്ഷകൾക്ക് പഹേലി ചോദിച്ചിട്ടുണ്ട്. പഹേലി ഒന്ന് അർത്ഥം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. എക്ക് പരിന്ത ജിസ്കി ദും പർ പൈസ. എക്ക് പക്ഷി, ഒരു പക്ഷി, ജിസ്കി ദും പർ പൈസ, അതിൻ്റെ ദുമ്മിൽ, ചിറകുമ്മൽ, അതിൻ്റെ വാലുമ്മൽ പൈസ, പൈസയുണ്ട്. പൈസ ചിത്രം വരച്ച പോലെ പൈസ അവിടെ അങ്ങനെ ഉണ്ട്. അത് ഏത് പക്ഷിയുടേതാണ്? കബൂത്തർ, പ്രാവ്. മോർ, മയിൽ. മൈന, മൈന. തോത്ത, തത്ത. അപ്പോൾ മോറ് ചിറക് വിടർത്തിയാൽ എന്തുണ്ടാവും? ഒരുപാട് പൈസകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ആ ചിറകങ്ങ് വിടർത്തിയാൽ അതിലൊരുപാട് എന്തുണ്ടാവും? പൈസ പോലെയുള്ള ഉണ്ടാവും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അവസാനത്തെ ചോദ്യമാണിത്. ഹഫ്ത കെ ബാദ് കോൻസാ ദിൻ ആതാ ഹെ. ഹഫ്ത കെ ബാദ്, ഹഫ്ത കഴിഞ്ഞാൽ ഏത് ദിവസമാണ് വരുന്നത്? ജുമ, ജുമാരാത്ത്, മംഗൽ, ഇത്വാർ. ജുമ എന്ന് പറഞ്ഞാൽ വെള്ളി, ജുമാരാത്ത് പറഞ്ഞാൽ വ്യാഴം, മംഗൽ എന്ന് പറഞ്ഞാലോ മംഗളിയാൻ, ചൊവ്വ, ഇത്വാർ എന്ന് പറഞ്ഞാൽ ഞായർ. അപ്പോൾ ഹഫ്ത കഴിഞ്ഞ് ഏത് ദിവസം എന്നുള്ളതാണ്. ഹഫ്ത എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്, ശനി കഴിഞ്ഞാൽ ഇത്വാർ എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ടാകും. തുടർന്നുള്ള 2020 ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും നന്നായി പഠിക്കുക, ഒരുങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ശുക്രിയ. ഹുദ ഹാഫിസ്.